പുളഞ്ഞു. പൊള്ളുന്ന വെയിലേറ്റു തളർന്നിടുന്നു. സർവരും കൈവിട്ട നേരം കൈവല്യദായകൻ നിലം പതിച്ചു. കൈ കൊടുത്തുയർത്തുവാൻ തുണയാരുമില്ല. സർവേശപുത്രൻ കരഞ്ഞു. പാപം ചെയ്തവർ നോക്കി നിൽക്കേ പാപമില്ലാത്തവൻ നിലം പതിച്ചു. അലയാഴിമീതെ നടന്ന നാഥൻ അവലംബമില്ലാതെ തേങ്ങിടുമ്പോൾ ഹൃദയം തുറക്കൂ ജനമേ. പിടയുന്ന ജീവന്റെ വിളി കേൾക്കുവിൻ. ജീവിതമാം യാത്രയിൽ കാലിടറി വീഴുമ്പോൾ അഭയം നൽകാൻ വരേണം നാഥാ. മോചന ഭാഗ്യം തരേണം. മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. കുരിശുയാത്ര പിലാത്തോസിന്റെ അനീതിയുടെ അങ്കണത്തിലെ മുൻഭാഗം കടന്നു. യേശുവിന്റെ മനസ്സും ശരീരവും ആകെ തളർന്നു. വിയർപ്പും കണ്ണുനീരും രക്തവും ഒഴുകിയിറങ്ങുന്നു. എല്ലാവിധത്തിലും അവശനാണ് അവിടുന്ന്. ഉറക്കമൊഴിഞ്ഞ കണ്ണുകളിൽ ബന്ധങ്ങളുടെ ശൂന്യത. തള്ളിപ്പറയുന്ന ശീമോൻ, ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്. ആഹാരമില്ലാത്ത രാപ്പകലുകൾ, ക്രൂരമായ ചോദ്യം ചെയ്യലുകൾ, നിർദ്ദയമായ കുറ്റാരോപണങ്ങൾ, അവഹേളനങ്ങൾ, നിഷ്ഠൂരമായ മർദ്ദനമുറകൾ, അന്യായമായ വിധി. എല്ലാ ക്രൂരതകളും ഒത്തുചേർന്നപ്പോൾ യേശു അവശനായി. അധികം നടക്കാൻ അവിടത്തേക്ക് കഴിയുന്നില്ല. പാദങ്ങൾ പതറുന്നു. നിസ്സഹായനായി അവിടുന്ന് മുഖം കുത്തി നിലത്തു വീഴുന്നു. ചുറ്റും നിന്നവർ പരിഹാസപൂർവം ആർത്തട്ടഹസിക്കുന്നു. പട്ടാളക്കാർ അടിച്ചും വലിച്ചും അവിടുത്തെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഹൃദയം തകരുന്ന കാഴ്ച. കർത്താവേ, നിന്റെ വീഴ്ചയുടെ ആഘാതം, അവശന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ എന്റെ മനസാക്ഷിയെ ഉണർത്തുമാറാകട്ടെ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.